നമസ്കാരം. എന്തുകൊണ്ട് സി പി എമ്മും പിണറായി വിജയനും തോറ്റുപോകും എന്ന് എണ്ണി പല വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിണറായിയും എൽ ഡി എഫും തോൽക്കാൻ പ്രധാനപ്പെട്ട 4 കാരണങ്ങളായിരുന്നു നേരത്തെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ 4 കാരണങ്ങളും ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നു. അതിനോടൊപ്പം 16 കാരണങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പിണറായിയുടെയും എൽ ഡി എഫിൻ്റെയും അതിദാരുണമായ ഈ തകർച്ചയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വോട്ടുകളിലെ ധ്രുവീകരണം തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മനസ്സിലാക്കി, ന്യൂനപക്ഷ വോട്ടുകൾ ഇനി കിട്ടില്ല എന്ന് മനസ്സിലാക്കി, ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി പിണറായി കടുത്ത മുസ്ലിം വിരുദ്ധനായി. അതിനുവേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ബ്രാൻഡ് അംബാസഡറായി നിയോഗിച്ചു. മലപ്പുറത്തിനെതിരെ വരെ പരാതിപ്പെട്ടു. പിണറായിയുടെ ഈ മുസ്ലിം വിരുദ്ധ അജണ്ട ലോകത്തിന് മുൻപിൽ കൊണ്ടുവന്ന PV അൻവറിനെ നമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ അതിശക്തമായ മുസ്ലിം ധ്രുവീകരണം പിണറായിക്കെതിരെ ഉണ്ടായത് തന്നെയാണ് ഈ തോൽവിയുടെ ആദ്യത്തെ കാരണം. രണ്ടാമത്തേത് പിണറായി വിരുദ്ധ ധ്രുവീകരണമാണ്. ആദ്യം പറഞ്ഞ മുസ്ലിം ധ്രുവീകരണത്തിൻ്റെ തുടർച്ചയാണിത്. കേവലം മുസ്ലിം വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് മറ്റു മേഖലകളിലും പിണറായിക്കെതിരായ അതിശക്തമായ വികാരം രൂപപ്പെട്ടു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഇത് വ്യാപിച്ചു. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുകൂടി ഒരു സീറ്റ് പോലും ജോസ് കെ മാണിക്ക് നേടാൻ കഴിയാതെ പോയത് ജോസ് കെ മാണിയുടെയോ കേരള കോൺഗ്രസിൻ്റെയോ കുഴപ്പമല്ല, നേരെ മറിച്ച് പിണറായി വിരുദ്ധ ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണ്. ഇത് തന്നെയാണ് ഹൈന്ദവ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഒക്കെ പലയിടങ്ങളിലും UDF വിജയത്തിന് കാരണമായത്. മൂന്നാമത്തെ കാരണം CPM-നുള്ളിലെ ഉൾപാർട്ടി യുദ്ധമായിരുന്നു. പിണറായി വിജയനും മരുമകനും കുറെ ചാർച്ചക്കാരും കൂടി CPM എന്ന പാർട്ടിയെ വിഴുങ്ങുകയാണെന്നും തൊഴിലാളി വർഗത്തെ മറന്ന് കളങ്കിത കച്ചവടക്കാരുടെയും കളങ്കിത മതപുരോഹിതന്മാരുടെയും സങ്കേതമായി പാർട്ടിയെ മാറ്റിയെന്നും തിരിച്ചറിഞ്ഞ് അതിൻ്റെ നഷ്ടപ്പെട്ടുപോയ സ്വത്വം തിരിച്ചു പിടിക്കാൻ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു ഈ തകർന്നടിയൽ. അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള പ്രതിഫലനമായിരുന്നു G. സുധാകരൻ്റെയും TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും വിജയം. എന്നാൽ മറ്റിടങ്ങളിലും നല്ല സഖാക്കൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു, പിണറായിയുടെ സ്വന്തം നാട്ടിലുൾപ്പെടെ. നാലാമത്തേത് UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുന്നത് ഒരു നായർ സമുദായാംഗമാണ് എന്നതുകൊണ്ട് നായന്മാർക്കിടയിലുണ്ടായ ധ്രുവീകരണമാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ അവർ വ്രണപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറ്റ് മാനദണ്ഡങ്ങളൊക്കെ മറന്ന് അവർ നായർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു. ഈ 4 കാരണങ്ങളാണ് നമ്മൾ നേരത്തെ തന്നെ വിലയിരുത്തിയതും അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് തെളിയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മറ്റു പല കാരണങ്ങളും ഈ പരാജയം ഉറപ്പിക്കുന്നതിന് കാരണമായി. അഞ്ചാമത്തേത് തീർച്ചയായും ശബരിമല വിഷയം തന്നെയാണ്. ഭഗവാൻ അയ്യപ്പൻ ഒരു മതേതര ദൈവമാണ്. ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവിനെ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിലും പെട്ടവരെ അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നു. അവർ അയ്യപ്പനെയും ഇഷ്ടപ്പെടുന്നു. അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ ബോധപൂർവമായി പിണറായിസ്റ്റുകൾ ഗൂഢാലോചന നടത്തി എന്ന് വിശ്വസിക്കുന്നതിൻ്റെ തുടർച്ചയായി ഭഗവാന്റെ ദ്വാരപാലകരെ പോലും അടിച്ചു മാറ്റിയിരിക്കുന്നു ഈ വൃത്തികെട്ടവന്മാർ എന്ന തിരിച്ചറിവ് വലിയ തോതിൽ വിശ്വാസികൾക്കിടയിൽ വേദനയുണ്ടാക്കി. കേവലം ഹിന്ദു വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല, എല്ലാത്തരം വിശ്വാസികളും പിണറായിയെയും CPM-നെയും വെറുത്തു. ആറാമത്തെ കാരണം അതിരി കവിഞ്ഞ പ്രചരണമാണ്. ഇത് കിണർഗേലുവിന് പറ്റിയ ഒരു പരാജയമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന പ്രമാണം അവർ മറന്നുപോയി. എവിടേക്ക് തിരിഞ്ഞാലും പിണറായിയെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ, ഹോർഡിങ്ങുകളും ഫ്ലെക്സ് ബോർഡുകളും KSRTC ബസ്സിലെ ബോർഡുകളും റോഡിൽ എഴുതി വച്ചിരിക്കുന്ന പരസ്യവാചകങ്ങളും TV-യിലും പത്രങ്ങളിലും കാണുന്നതും സോഷ്യൽ മീഡിയയിൽ വരുന്നതും, എന്തിനേറെ TV-യിലെ സീരിയലുകളിലും റിയാലിറ്റി ഷോകളിലും വരെ ഈ പ്രചരണം പടർന്നതോടെ ജനങ്ങൾ വല്ലാതെ വെറുത്തുപോയി. പുകവലിക്കെതിരെ തിയേറ്ററിൽ സിനിമാ സമയത്ത് കാണിക്കുന്ന ഒരു പരസ്യമുണ്ട്. അത് കാണുമ്പോൾ അറപ്പോടെ സകലരും മുഖം മാറ്റാറുണ്ട്. അത്തരമൊരവസ്ഥയാണ് ഈ അതിരി കവിഞ്ഞ പ്രചരണം പിണറായിക്കും CPM-നും സൃഷ്ടിച്ചു കൊടുത്തത്. മാത്രമല്ല, ഇത്തരം പ്രചരണം നടത്തുന്നത് തന്നെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഏഴാമത്തേത്, ഇല്ലാത്തതൊന്ന് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെ കള്ളത്തരം തിരിച്ചറിയുകയും അവർ വെറുക്കുകയും ചെയ്യുമെന്ന ലളിതമായ മനഃശാസ്ത്രമാണ്. ഇല്ലാത്തതിനെയാണ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചാനൽ അഭിമുഖങ്ങളിലൂടെ ശ്രമിച്ചത്. മോഹൻലാലിന് കോടികൾ കൊടുത്ത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്തി മനുഷ്യനെ പോലും സ്നേഹിക്കാത്ത പിണറായി പട്ടിയെയും കാക്കയെയും വരെ സ്നേഹിക്കുന്നു
എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ശ്രമം തിരിച്ചടിയായി. കടക്കൂ പുറത്തെ എന്നത് ഒഴിവാക്കാൻ കയറി വരൂ മക്കളെ എന്നൊക്കെ പറയിപ്പിച്ചിട്ട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന സ്വാഭാവികമായ പ്രതികരണത്തോടെ അക്ഷരാർത്ഥത്തിൽ അത് ചീറ്റിപ്പോയി. ഇത് വലിയ തിരിച്ചടിയായി മാറി. എട്ടാമത്തെ കാരണം ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. മലയാളി ഒരിക്കലും പൊറുക്കാത്ത ഒന്നാണ് അഹങ്കാരവും ധാർഷ്ട്യവും. വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും പത്രസമ്മേളനത്തിലും പൊതുപരിപാടികളിലുമൊക്കെ പിണറായി കാട്ടിയ ധാർഷ്ട്യം, ആളുകളോട് കാണിച്ച ദയയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം, മൈക്ക് ഓപ്പറേറ്റർമാരോടും പരിപാടി അവതാരകരോടും പോലും കാട്ടുന്ന അഹമ്മതി, പത്രസമ്മേളനങ്ങളിലെ ശരീരഭാഷ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി പിണറായി മാറിയതോടെ ജനം വെറുത്തുപോയി, എതിരെ വോട്ട് ചെയ്തു. ഒമ്പതാമത്തേത്, പിണറായി എന്ന മുഖ്യമന്ത്രി നാട്ടുകാർക്ക് മുമ്പിൽ കാട്ടിക്കൂട്ടിയ ആഡംബര ജീവിതമാണ്. അനേകം വാഹനങ്ങളുടെ അകമ്പടിയിൽ യാത്ര ചെയ്യുന്നു, ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വെറുതെ തുലയ്ക്കുന്നു, ക്ലിഫ് ഹൗസിന് ചുറ്റുമതിലും പശുത്തൊഴുത്തും കോടികൾ മുടക്കി ഉണ്ടാക്കുന്നു, രണ്ടാമത്തെ നിലയിൽ കയറാൻ ലിഫ്റ്റ് ഉണ്ടാക്കുന്നു, ചെറിയ പരിശോധനയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നു, ദുബായിലെയും അമേരിക്കയിലെയും ഒക്കെ അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് പിണറായി നടത്തിയ വ്യക്തിപരമായ ആഡംബര ജീവിതം പിണറായിയെ വെറുപ്പിന്റെ നായകനാക്കി മാറ്റി. പത്താമത്തേത്, ദുരന്തങ്ങൾ സൃഷ്ടിച്ച് അത് പരിഹരിച്ച് ക്യാപ്റ്റൻ ആവാൻ നടത്തിയ വൃത്തികെട്ട നീക്കമാണ്. 2018 പ്രളയമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും ആ ദുരന്തങ്ങളിൽ നിന്നും വോട്ടുണ്ടാക്കാനും ലാഭമുണ്ടാക്കാനും നടത്തിയ കള്ളക്കഥകളും കള്ളക്കണക്കുകളും പുറത്തു വന്നപ്പോൾ വലിയ ദേഷ്യം സ്വാഭാവികമായും നാട്ടുകാർക്കുണ്ടായി. ദുരന്തത്തിലായ മനുഷ്യരെ നിസ്വാർത്ഥമായി സഹായിക്കുന്നതിന് പകരം അതിൽ നിന്നും ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയും അതേക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നവരെ കൂവിയൊതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത പിണറായിസ്റ്റ് ഭീകരതയ്ക്കെതിരെയായിരുന്നു ജനവികാരം ഉണർന്നു പ്രവർത്തിച്ചത്. മനുഷ്യൻ മറക്കാതെ പോയ 11ാമത്തെ സമരം ആശാസമരമായിരുന്നു. അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ അവരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു. പിടിവാശിയോടെ തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ വിസമ്മതിച്ചു. 12ാമത്തേത്, നേഴ്സിംഗ് സമരത്തോട് കാട്ടിയ ക്രൂരതയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളിലും നേഴ്സുമാരുണ്ടെന്ന് ഓർക്കണം. അവർക്ക് ജീവിക്കാനുള്ള ശമ്പള വർധനവ് പ്രഖ്യാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് പലതവണ സമരം നടത്തിയിട്ടും കുത്തിയിരുന്നിട്ടും ഈ സർക്കാർ കണ്ണു തുറന്നില്ല. 13ാമത്തേത്, PSC നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളിലൂടെ സഖാക്കളെ സർക്കാർ സർവീസിൽ കുത്തി നിറച്ചതാണ്. പിന്നീട് ഇവരെ സ്ഥിരപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ്. PSC റാങ്ക് ലിസ്റ്റുകൾ സമയത്ത് പ്രഖ്യാപിക്കാതിരിക്കുകയും റാങ്ക് ലിസ്റ്റിലുള്ള 1ാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടുന്നതിന് മുൻപ് അവസാനിക്കുകയും ഒക്കെ ചെയ്ത ഗൂഢാലോചനയാണ്. ഉദ്യോഗാർത്ഥികൾ അതോടെ ഈ സർക്കാരിനെ വെറുത്തുപോയി. 14ാമത്തേത്, ചെടിച്ചട്ടി കൊണ്ടും ലാത്തി കൊണ്ടും പോലീസും സഖാക്കളും സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും തല്ലിയൊതുക്കുകയും ചെയ്തിട്ട് അതിന് പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് പാവപ്പെട്ട മനുഷ്യരെ പരിഹസിച്ചതാണ്. 15ാമത്തേത്, കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മരുന്നും ആവശ്യത്തിന് ജീവനക്കാരും ഇല്ല എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമണം നടത്തി ഒതുക്കാൻ ശ്രമിക്കുകയും കെട്ടിടം പണിയുടെ മികവിന്റെ പേരിൽ ആരോഗ്യ മേഖലയിൽ സുന്ദരമാണ് എന്ന് നുണ പറയുകയും ചെയ്തതാണ്. 16ാമത്തേത്, വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ അതിരി കവിഞ്ഞ അഹങ്കാര പ്രകടനം. കരിങ്കൊടി കാട്ടിയ പിള്ളാരെ പിടിച്ച് ജയിലിൽ അടച്ച് അവരെ അധിക്ഷേപിച്ച നാടകം തന്നെയാണ്. 17ാമത്തേത്, നവീൻ ബാബു എന്ന നല്ലവനായ ഉദ്യോഗസ്ഥന് കുരുതി കൊടുക്കുകയും അതിന് നേതൃത്വം കൊടുത്ത PP ദിവ്യ സഖാക്കളുടെ ഹീറോയിനായി യൂട്യൂബറായി തിളങ്ങി ആടുകയും ചെയ്തതാണ്. അതിന് തുല്യമായിരുന്നു ആര്യ രാജേന്ദ്രന്റെ പ്രകടനം. അതുകൊണ്ടാണ് CPM ഒരിക്കലും തോൽക്കാൻ കഴിയാത്ത ബാലുശ്ശേരിയിൽ പോലും തോൽവി ഏറ്റുവാങ്ങിയത്. 18ാമത്തേത്, നമ്മൾ ഒരിക്കലും മറക്കാത്ത സിദ്ധാർത്ഥിന്റെ 3 ദിവസം വിചാരണ നടത്തിയുള്ള കൊലപാതകമാണ്. CPM സഖാക്കൾ സിദ്ധാർത്ഥിനെ കൊന്നുതള്ളി ആ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചു. പെരിയയിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നതിന്റെ തുല്യമായി തന്നെ ജനങ്ങൾ ഈ ഭീകരതയെ വിലയിരുത്തി. ഈ വൃത്തികെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് അമ്മമാർ പ്രതിജ്ഞയെടുത്തു. 19ാമത്തേത്, അഴിമതിരഹിതരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താതെ ഓടിച്ചതാണ്. ബി അശോകിനെയും പ്രശാന്തിനെയും ഒക്കെ ഉപദ്രവിച്ചപ്പോൾ അവർ പകരം ചോദിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ നടത്തിയ ഇടപെടലുകൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്വാധീനിച്ചു. 20ാമത്തേത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് കാട്ടിയ വഞ്ചനയ്ക്ക് അവർ പകരം ചോദിച്ചതാണ്. ശമ്പളവും പെൻഷനുമൊക്കെ മുടങ്ങുന്ന സാഹചര്യമുണ്ടാക്കി. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ ഇനി ഇവർ വേണ്ട എന്ന് അവർ തീരുമാനമെടുത്തു. ഇതിനപ്പുറത്തേക്ക് 100 കണക്കിന് കാരണങ്ങളുണ്ടെങ്കിലും ഈ 20 കാരണങ്ങൾ
പിണറായിസ്റ്റ് ഭരണത്തിൻ്റെ വീഴ്ചയുടെ മൂലകാരണങ്ങളായി മാറി.